വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്യൂണ സാൻഡ്വിച്ചാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിനായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് സോളിഡ് ട്യൂണയാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഒനിയൻ, കുറച്ച് ക്യാപ്സിക്കം. ഇതിൽ ട്യൂണയിൽ തന്നെ ഓയിലുണ്ട്, അപ്പോൾ വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒനിയൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഞാനൊരു ഹാഫ് ക്യാപ്സിക്കം ഹാഫ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 സാൻഡ്വിച്ച് അതിനുള്ള വേണ്ടിയിട്ടുള്ളതാണ്, കുറച്ചെടുത്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റുക. ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മതി. അതിൻ്റെ കൂടെ ഒരു 1 ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലപോലെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബ്ലാക്ക് പെപ്പർ വളരെ നല്ലതാണ്. സോ ബ്ലാക്ക് പെപ്പർ ആവശ്യത്തിനിടാം. നമുക്ക് സ്പൈസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഞാൻ കുറച്ചിടുന്നുള്ളൂ. നോർമലി സാൻഡ്വിച്ചിൽ എല്ലാം സ്പൈസ് കുറവായിരിക്കും. ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പെപ്പർ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ട്യൂണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലധികം സോൾട്ട് ഇടേണ്ടി വരില്ല, ഞാൻ ഓൾറെഡി ആഡഡ് ആണ് സോൾട്ട്. അപ്പോൾ അത് കാരണം അധികം സോൾട്ട് വേണ്ടി വരില്ല. ചെക്ക് ചെയ്തിട്ട് ഇടുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് കുബൂസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രെഡ് അവൈലബിൾ ആണെങ്കിൽ ബ്രെഡ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് എടുക്കാം. ചപ്പാത്തിയിലും ചെയ്യാവുന്നതാണത്. ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ട്യൂണ. എന്നിട്ട് ജസ്റ്റ് ഞാനൊന്ന് നടുമടക്കുന്നുള്ളൂ, വേണമെങ്കിൽ റോൾ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് മയോണൈസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. മയോണൈസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്, ഇതിന് യോജിക്കാതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.